അങ്ങനെ ആ പുഴയിലൊക്കെ കുളിയുണ്ട്. നമ്മളിവിടുത്തെ ഒരു വില്ലേജിലത്തെ ഒരു വീട്ടിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. നമ്മളവിടെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ, പക്ഷേ ഇവിടുത്തേതായ കുറച്ച് രീതിയിലായിരിക്കും. ഇതൊരു കോഴിക്കൂടാണ്, ഇത് ആട്ടുംകൂട്. ഇതിൻ്റെ ഉള്ളിൽ ആടുകളൊക്കെ ഉണ്ട്, അവർക്കുള്ള ഭക്ഷണം ഇലയും ഇതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇവിടെ എടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരു വീട് കണ്ടോ, ഇതാണ് വീട്, മരം കൊണ്ടുള്ള വീടാണ്. അതിൻ്റെ രീതി കൺസ്ട്രക്ഷൻ തന്നെ കണ്ടോ, ഒരു തൂണുകളൊക്കെ കൊടുത്തിട്ട് ഒരു വരാന്ത, അതിൻ്റെ മുകളിൽ മരം കൊണ്ടൊരു വരാന്ത പോലെ. പിന്നെ അതിൻ്റെ മുകളിൽ കണ്ട കോൺ ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ആ മുകളിലുണ്ട് കോൺ ഉണക്കി വെച്ചിട്ട്. അവിടെ ഒരു മരത്തിൻ്റെ അലമാരൊക്കെ ഉണ്ട്. ഒരു പയ്യുണ്ട്. ഉണ്ടോ റാഗി ഈ കൊട്ടയില് റാഗി है ना? ओ किसके लिए यूज क्या बनाते हैं इसका खाने के लिए? हाँ पानी दारू. അപ്പൊ ഇതാണ് ഈ റാഗി ഇട്ടിട്ടാണ് കേട്ടോ ഇവര് മാറ്റണ ദാരു ഉണ്ടാക്കണ കാര്യം പറഞ്ഞ. അതെ, വേറെ ഇത് അപ്പൊ ഭക്ഷണത്തിനൊന്നും ഉപയോഗിക്കില്ല. നമ്മളെ നാട്ടില് ഭക്ഷണം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു വേണ്ട ആ ഇത് വാഷാണ്, വാഷ്. അത് കലക്കി വെച്ചാണ്. ആ അമ്മച്ചി കണ്ടോ കാണിച്ചു തന്നെ. ആ ഓ ഏ റാഗി സേ ഓ റൊട്ടി നെയ് ബനാത്ത ജി ജി हाँ तिन्नाने नहीं 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 ओ रागी से रोटी बनाते हैं. रोटी रोटी नहीं बनाता, रोज पनि मिल्छ. ढेँडो रागीको दाल बनाउने. ഓക്കെ, അപ്പോൾ ഇതാണ് വീട്. വീടിൻ്റെ ഉള്ളിൽ ഞാൻ കയറാൻ പറ്റുമോ നോക്കാം. പിന്നെ ഇതൊരു വെളുത്തുള്ളി, ചിക്കനിക്കുള്ള വെളുത്തുള്ളി. नाम क्या है आपका? मेरा राज. राज. ओ इधर हॉस्टल है? हॉस्टल 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 ऊपर है सर. ऊपर है, ठीक है ठीक है. वो बिल्डिंग क्या है? स्कूल. हाँ हमारा प्रदेश सरकार के नगर हॉस्टल है. ഓ നഗർ ഹോസ്റ്റൽ. ഓക്കെ ടീക്കെ. അപ്പോൾ ഇവിടെ ഒരു വേറെ കോഴിക്കോടുണ്ട്. പിന്നെ ഇവർ കണ്ടോ ഇവിടെ അടുപ്പത്ത് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഈ പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പശുവിനുള്ള വെള്ളം തിളപ്പിക്കുന്നതിനുണ്ട്. അങ്ങനെ തട്ട് തട്ടായിട്ടുള്ള അതിൻ്റെ ഇടയിലൊരു തുണിയൊക്കെ വെച്ച് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. പിന്നെ ഇവർക്ക് വേറെ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. ഇവിടുത്തെ അവരുടെ കിച്ചൺ കണ്ടോ, ഇതിങ്ങനെയാണ്, മണ്ണിൻ്റെ അടുപ്പാണ്. അങ്ങനെ ചട്ടിയിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വിറക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൊള്ളി വിറക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ കോണിൻ്റെ അത് എടുത്ത് അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് കണ്ടോ അത് ഇട്ടിട്ടുണ്ട്. അതാണ് അപ്പോൾ ഇവരുടെ ഇവിടുത്തെ സെറ്റപ്പ്. ഇവരെ അങ്ങോട്ട് കയറിപ്പോൾ ഉള്ള കോണി കണ്ടോ, കോണി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മുകളിൽ അവിടെ ഒരു ഡോറും അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇവർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചേച്ചി അവിടെ ചിക്കൻ അത് ചുട്ടെടുത്താണുണ്ട്, അല്ല പുഴുങ്ങി ചുട്ടെടുത്താണ്, ചുട്ടെടുത്തിട്ട് വൃത്തിയൊക്കെയാണ്. പിന്നെ ഇവിടെ പശു, ഹായ് നമസ്കാരം. അവിടെ പശു തൊഴുത്തുണ്ട്, അതിൽ വൈക്കോലൊക്കെ ഉണ്ട്. അതിന് മുകളിൽ ഉണ്ടോ ഒരു ഇതുണ്ട്. പിന്നെ ഇവരുടെ ഇവിടെ ഇതുപോലെ തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും അവരുടെ ഇതൊക്കെ പുല്ലും ഇതൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം, വെള്ളം സൂക്ഷിക്കുന്ന സ്ഥലം. दीदी ये एक ही घर है? ये एक ही घर है? एक ही घर है? एक ही पूरा एक घर है? ओ सभी लोग एक ही घर का आदमी है? नहीं. कितने घर है इधर? ये एक घर है? एक घर है. वो भी उसका है? नहीं दूसरा आदमी का? दूसरा ऊपर का क्या? ऊपर. ठीक है ठीक है. അവർക്ക് ഹിന്ദി ചിലവർക്കൊക്കെ അറിയാം, കുറച്ചൊക്കെ അറിയാം. പക്ഷേ പ്രായമായിരിക്കൊന്നും ഹിന്ദി അറിയില്ല. അതിനകത്ത് ആ ഇതവരെടുത്ത് കളയാണ്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞു, മുക്കി കളഞ്ഞു. ഇനി അതിൽ വേറെ വെള്ളം ഒഴിക്കുക. അപ്പോൾ എന്തിനാ എന്താ ചെയ്തപ്പോൾ പരിപാടി? അപ്പോൾ ആദ്യപ്പോൾ ആ വെള്ളം ചൂടായിട്ട് എന്തിനാ കളഞ്ഞത്? इसका अंदर क्या है दीदी? अंदर क्या है? पानी है? पानी है नहीं. नहीं. बाप आएर यहाँ माझ नानी छ.
बताबार पैसा झर्छ बाप बाप അത് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇതെന്തോ പശുവിന് വെള്ളം തിളപ്പിക്കുകയാണെന്നല്ല പറഞ്ഞേ. അത് കാരണം പറയാൻ അപ്പുറത്ത് വരുമ്പോൾ അവിടെ തൊഴുത്തിൻ്റെ അടുത്ത് ഇതേമാതിരിക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ അമ്മച്ചിനോട് ചോദിച്ചു ഗായ് കേലിയെ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മച്ചിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ആന്നും പറഞ്ഞു. പക്ഷേ ഇതാണ് പിന്നീട് മനസ്സിലായത് ഇവിടുത്തെ ലോക്കൽ മദ്യം ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അത് അവിടെ ആ പാത്രത്തിലൊക്കെ അത് കലക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ റാഗി ഇടിച്ചിട്ട് അരച്ചിട്ട് നമുക്ക് നേരത്തെ കാണിച്ചു തന്ന സാധനം കലക്കി വെച്ചിട്ടുണ്ട്. ഇത് വാറ്റിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇതൊന്നൊരു വിഷയമല്ല. അതിങ്ങനെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആ അടിയത്തെ ചെമ്പിൽ നിന്ന് ഇങ്ങനെ ആവിയിൽ വരും. അത് ആ നടുക്കത്തെ ചെമ്പിൽ കളക്ട് ചെയ്യും. അതിൻ്റെ മുകളിൽ ഈ ചെമ്പിലുണ്ടല്ലോ വെള്ളം, അതാണ് ആ മുക്കി ഒഴിവാക്കിക്കൊണ്ടിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ട് തണുത്ത വെള്ളമാക്കും. അപ്പോൾ അതാണ് സംഭവം. പിന്നെ നമ്മളെ നാടൻ ചിക്കൻ ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അത് നമ്മളെ സൂരജ് ഭായിയാണ് ഏറ്റെടുത്തത്. സൂരജ് ഭായ് പണ്ട് മറ്റേ മലേഷ്യയിലെ ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂപ്പർക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ട്. ആ എയറൊക്കെ കണ്ട ആളുടെ सूरज भाई बहुत बढ़िया 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 എടാ കുക്ക് പൊളി കുക്കാണ്. ചിക്കൻ ഉണ്ടോ അവിടെ? ഏ കൈസ ക്യാ കിയാ ഉസ്മേ? ലോക്കൽ ആ നാടൻ കോഴിയാണ് ഇവിടുത്തെ. എന്നിട്ട് അത് എന്താ പുഴുങ്ങിയെടുത്തിരിക്കണം. അല്ല അതിൻ്റെ രോമൊക്കെ പറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്ങനെയോ കൊന്നിട്ട് പുഴുങ്ങി ചൂടുവെള്ളം ഒഴിച്ചിട്ട്. ഈ വീടിൻ്റെ ഉള്ളിലൊന്നും കയറിയേക്കാം നമുക്ക്. ഒരുപടി ഒരു അടുക്കള ഉണ്ട് ഇവിടേക്ക്. ഇവിടെ പിന്നെ ഗ്യാസ് സ്റ്റൗവൊക്കെയാണ്. അവിടെ നിന്നൊരു ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടവർ. പിന്നെ ഇവരുടെ കൊട്ടയും പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ അതിന് മുകളിലേക്ക് കോണിയുണ്ട്. കോണി ഇങ്ങനെ കയറിക്കഴിഞ്ഞാലേ അയ്യോ വേണ്ടാ വേറെ ഇവിടെ പണപ്പെട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ പൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ കിടക്കാനൊരു കട്ടിലും പിന്നെ കുറേ തുണിയും പാത്രവും ഇതൊക്കെ ഉണ്ട്. ഇവിടെ കടക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കൊട്ടകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒക്കെ മെയിനാണ് ഈ കൊട്ടകൾ ഇവിടെ. പിന്നെ ഈ ചിക്കൻ കറീൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഒന്ന് മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ കോൺ എന്താ വെച്ചാൽ ഇടിച്ചിട്ടേ അതുകൊണ്ട് ചോറ് പോലെ ഉണ്ടാക്കും വരെ. അത് വേവിച്ചിട്ട് ഉപ്പുമാവോ ചോറെന്നോ എന്തെങ്കിലും പറയാം, അതുണ്ടാക്കും. പിന്നെ വെജ് കറിയും കൂടി ഉണ്ടാക്കണ്ടേ നമ്മുടെ തിരുമേനിക്കൊക്കെ വേണ്ടിയിട്ട്. അവേ നമ്മളിവിടെ വന്നപ്പോഴേ ഒരു പയ്യനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നൊക്കെ ഇവിടെ താമസിക്കാൻ വേണ്ടി ഇവർക്ക് കുറേ പിന്നെ NGOസും ഇതൊക്കെ വെച്ചിട്ട് ഇതുവരെ ഒരു ഹോസ്റ്റലുണ്ട്. അതായത് ഇവർക്ക് രണ്ട് രീതിക്കുള്ള ഹോസ്റ്റലുകളുണ്ട്. ഒന്ന് ഇവിടുത്തെ നഗരത്തിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ വന്ന് താമസിക്കാനുള്ളൊരു ഹോസ്റ്റലുണ്ട്, അതിനോടനുബന്ധിച്ചൊരു സ്കൂളുണ്ട്. അതുപോലെ ഇവിടെ വില്ലേജിൽ നിന്നൊക്കെ ഉള്ള ഈ ട്രൈബൽ പിള്ളേർക്കൊക്കെ വരാനുള്ള സ്കൂൾ ഒരു ഹോസ്റ്റലുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഉള്ള പയ്യനാണ് ഇവൻ. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ 5 പിള്ളേരായിട്ടുണ്ട്. ഇവർ മക്കൾ ആൺപിള്ളേർ തന്നെയാണ് ഒക്കെ. ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഈ ഇതുപോലെ കൂലിപ്പണിക്കൊക്കെ പോകുന്നവരാണ്. പക്ഷേ ഭക്ഷണത്തിനൊന്നും പിന്നെ പഠിക്കാനൊന്നും സൗകര്യം ഇല്ലാത്ത കാരണം ഇവിടെ ഹോസ്റ്റലിൽ വന്ന് നിൽക്കുകയാണ്. ഇവൻ്റെ ടീംസ് ഇവൻ്റെ ബാക്കിയുള്ള സഹോദരങ്ങളൊക്കെ അവിടെ വന്നിരുന്നിട്ട് അവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പുറത്തേക്കൊക്കെ നഗരത്തിലൊക്കെ പണിക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ. അപ്പോൾ അതാണ് സംഭവം. आप लोगों का घर कहाँ है? नहाने के लिए आए थे उधर। हाँ, हम मिले थे उधर। ओ आप लोग उधर पहला देखा वो नदी से नहाने के लिए समय? नो आप लोग अभी आता है ना उधर? അത് വേറെ പിള്ളേരാ. ഇവരൊക്കെ കാണാൻ ഏകദേശം ഒരുപോലെ ഉണ്ട്. दूसरा बच्चा उधर रहता है. हाँ ये आपको दोनों भी यही गाँव है? नहीं हॉस्टल है. हाँ हॉस्टल है. तो आपका घर दूसरा गांव में है ना? मेरा गांव ओ पहाड़ के नीचे. ठीक है. और आपका? नो ये हॉस्टल नो. हाँ ओ सब कुछ एक ही हॉस्टल में रहता है. उधर दूसरा हॉस्टल है ना? ओके ठीक है. कौन सा स्टैंडर्ड में पढ़ते हैं आप लोग? 10 पास. वेरी गुड. आप 9th ओ 6. ओके. फिर 10 के बाद +1 क्या करते हैं? हायर सेकेंडरी.
क्या करेगा साइंस 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 मैथ ओह मैथ्स मैथ स्टडी वेरी गुड ये क्या है आपका है अच्छा है ഈ പയ്യൻ കണ്ട തലയിൽ ഒരു സാധനം കിട്ടി വന്നിട്ടുണ്ട് वो उसका बाल लंबी है बाल लंबी है ആ ईयर ആ क्या बोला हैं ईयर है ना ईयर हाँ तेरे किसी ने सुरक्षित करने के लिए सुरक्षित करने के लिए बाल ओ लंबा बाल है अच्छी बाल है हाँ एक आदमी भी आया नाम क्या है आपका नाम लाल प्रजा नाम लाल प्रजा कहाँ से कौन से आपका घर हॉस्टल से हॉस्टल से आए हो मालूम है और आपका घर गांव है दूसरा गांव में है ना ऊपर से ऊपर से कितना दूर है इधर से बहुत बहुत ओ, कितना टाइम लगेगा आप लोग उधर कैसे चलेगा पैदल चलेगा गाड़ी नहीं चलेगा उधर गाड़ी भी चलेगा हाँ हाँ पहाड़ है और है ना ये कार नहीं जा सकती कार नहीं जा सकता जीप चलता है बोलेरो बोलेरो हाँ ऑफ रोड 4-wheel ड्राइव ओके ठीक है ओ, इधर से गाड़ी में चलने के लिए कितना टाइम लगेगा उधर पहुंचने के लिए इधर कितना मालूम है कितना महीने में घर चलता है 1.5 घंटा 1.5 घंटा साढ़े वो 1.5 മണിക്കൂർ അല്ലേ 1.5 മണിക്കൂർ 1 to 2 ओके ओके ठीक है कब घर चलता है हर महीने चलते हैं और क्या छुट्टी मिलेगा स्कूल में स्कूल में छुट्टी लॉन्ग छुट्टी होगा लॉन्ग छुट्टी है ना हाँ कब होगा 2 महीने का छुट्टी 1 week 1 week after ओके go you will go to your house വെരി ഗുഡ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പിള്ളേർ അടിപൊളി कौन कौन है घर में बहन sister सिस्टर्स है sister वो father mother आपकी हाँ। छोटा है वो बड़ा है बड़ा sister छोटा है छोटा छोटा और सिस्टर्स स्कूल में नहीं आता हाँ छोटा है स्कूल दूसरा स्कूल है गांव में है गाँव में ഓ അപ്പൊ ചെറിയ കുട്ടികൾക്കുള്ള ഈ സ്കൂളുകളൊക്കെ അവരെ ഗ്രാമത്തിൽ തന്നെ बड़ा ഉണ്ടല്ലോ वालों को स्कूल उधर नहीं है नहीं है नहीं है। 5 6 ആ അപ് ടു Standard तक है അപ് ടു 5 स्टैंडर्ड वो प्राइमरी प्री प्राइमरी हाँ है प्राइमरी प्री प्राइमरी है उसके बाद नहीं है हाँ प्री प्राइमरी भी है वो हाई स्कूल इधर ही है स्कूल उधर ही है हाई स्कूल में once प्राइमरी में once two इधर आपको हाँ ओके ओके ठीक है कैश देना है इधर पढ़ने के लिए ए नहीं कंप्लीट फ्री है ना free फूड फ्री है हाँ yes free food फूड फ्री स्लीपिंग फ्री ऑल फ्री all free यू हैव टू स्टडी ओनली സോ വെരി ഗുഡ് നല്ല പിള്ളേരാട്ടോ അവരൊക്കെ hostel हाँ our hostel हम्म स्कूल से टॉप स्टूडेंट्स है hostel से ओ वेरी गुड आप भी टॉप है ना मैं मैथ्स में टॉप है me I second third with है ओ ओके क्यों मैथ्स यू लाइक मैथ्स मैथ्स आपको मैथ्स बहुत पसंद है क्यों मैथ्स चूज किया बायोलॉजी नहीं चूज किया बायोलॉजी भी है ना इधर बायोलॉजी है साइंस मैथ्स है ना आप aim हाँ? aim हाँ एम science aim एम आपके साइंस है वो बड़ा कॉम्बिनेशन ഉണ്ടാവുള്ളൂ और साइंस में क्या क्या आते हैं वो बायोलॉजी आते हैं सुना आपको हाँ क्या 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 सब्जेक्ट ആ കുറേ പിള്ളേർ വന്നിട്ട് അപ്പോൾ ഇവിടെയൊക്കെ പിള്ളേർക്ക് ഇവിടെ ഉച്ച വരെ ക്ലാസ് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവർ ഇവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അവരുടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കാറുള്ള ഒരു രസമുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ കണ്ടോ ഇവിടെ ഈ ഇവിടുത്തെ അവരുടെ ഗ്രാമത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് സാധനം എന്ന് പറയുന്നത് ഇതാണ് ഇതൊക്കെ ചെയ്യണത് സൂരജ് ഭായിനെ നമുക്ക് സെർവ് ചെയ്ത് തരുന്ന കാര്യങ്ങളൊക്കെ ആള് വമ്പം കുക്കായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മുടെ കോണും കൊണ്ടുള്ള ഉപ്പുമാവല്ല കുറച്ച് ചോറ് പോലെ ഇത് കോണ് പൊടിച്ചിട്ട് ഉണ്ടാക്കിയ സാധനമാണ് എന്തായാലും പിന്നെ ഇത് നമ്മുടെ നാടൻ ചിക്കൻ കറി പിന്നെ നമുക്കുള്ളത് എന്താ വെച്ചാൽ വെജ് നമുക്ക് സാധനം വന്നിട്ടുള്ളത് തക്കാളി ചട്നി ഇത് തക്കാളി ചുട്ടെടുത്തിട്ടുണ്ടാക്കിയ തക്കാളി ചട്നിയാണ് और ये क्या है ये वाला भिंडी है ना नहीं वो ब्रिंजल വഴുതനങ്ങയാണെന്നൊക്കെ തോന്നുന്നു കേട്ടോ बेंटा अनि घिरौला ആ വഴുതനങ്ങൻ്റെ അത് അടിപൊളി
मेरो भान्जीले पकाएको भेन्चेर घेरो रमी थकी ആണോ के भन्छ थाहा छैन यहाँ അവര് പറയണേ ഇത് നമ്മളിങ്ങനെ ചവച്ചാരി തിന്നേണ്ട കാര്യമൊന്നുമില്ല, ഇത് എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് ഒറ്റ ഇറക്കലാണ് അത്ര. थोड़ा अच्छा है, ज़्यादा नहीं, ज़्यादा नहीं. പക്ഷെ ടേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ राइस भी है, राइस है. അപ്പോൾ നമ്മളിപ്പോൾ അവിടുത്തെ ഒരു പയ്യനും ഇത് കഴിക്കുന്നുണ്ട്. ആ ഭയങ്കര കൺസേൺ ആണത്. അങ്ങനെ മറ്റേ ആദിത്യ മര്യാദ നമ്മൾ ഈ കോൺ കൊണ്ട് ഉണ്ടാക്കിയ ആ സാധനത്തിന്റെ പേര് ഡീഡോ എന്നാണ്. ഡീഡോ ഡാറ്റേട്ടൻ അത് വടിച്ചെടുത്ത് തിന്നാനുള്ള പരിപാടിയാണ്. ചട്ടിക്ക് ഇത് ഒഴിക്കണം, മീൻ കൂട്ട വയ്ക്കണോ അല്ല ഇറച്ചിക്കൂട്ട വയ്ക്കണോ? അപ്പോൾ നമ്മളിവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. അതായത് നമുക്കെപ്പോഴും അതായത് സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡ്. ഓക്കെ ബേട്ടാ, ഓക്കെ ടീക്ക് ടാറ്റാ ബൈ ബൈ പോലോ. ആ ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടേ ഇനിയിപ്പോൾ ഇവിടുന്ന് തെറിക്കുകയാണ്. അല്ല ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമ്മൾ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കഴിക്കാറുള്ള ഒരു രസമുള്ള പരിപാടിയാണല്ലോ. ഓ മൊബൈൽ ഓക്കെ ടാറ്റ ബൈ ബൈ ടാറ്റ. ओके बाय. വെയിൽ വണ്ടി കൊണ്ട് പപ്പടമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിനി തിരിച്ച് കാഠ്മണ്ഡുക്ക് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചിത്വാനിന്ന് തിരിച്ച് നമ്മുടെ കാഠ്മണ്ഡുവിൽ പോകുന്ന വഴി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ നമ്മുടെ മൻകാമന കേബിൾ കാർ സ്റ്റേഷൻ്റെ ആ ഭാഗമൊക്കെ എത്തിയിട്ടോ. ആ മലയ്ക്ക് മുകളിൽ നമുക്കിപ്പോഴും ഇവിടെ റോഡിൽ നിന്ന് ഇങ്ങനെ കാണാം. നമ്മൾ ഇന്നലെ വന്ന തന്നെ റൂട്ട് തന്നെയാണ്. ഏകദേശം ഒരു 10-70 കിലോമീറ്റർ ഓടി ഉണ്ടാവും അല്ലേ? 70 പിന്നെ നമ്മൾ ആ ഗ്രാമങ്ങളിലൊക്കെ ഉള്ളിലൊക്കെ പോയതൊക്കെ വേറെ. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു 100 കിലോമീറ്ററും കൂടെ കാഠ്മണ്ഡുവിൽ എത്താനുണ്ട്. അപ്പോൾ സംഭവം പറയുന്നത് വെച്ചാൽ ഈ റോഡ് കുറച്ച് പ്രശ്നമുള്ള റോഡാണ്. അതായത് ചിലപ്പോൾ അങ്ങനെ ഇടിഞ്ഞൊക്കെ വീഴാന്നാണ് ആൾ പറയുന്നത്. നല്ല റോഡ് കിട്ടിയാൽ നമുക്കൊരു 5 മണിക്കൂർ കൊണ്ട് എത്താമെന്ന് പറയണു. അതല്ല റോഡിലെവിടെയെങ്കിലും ഇനി ഇടിഞ്ഞ് വീണ് കിടക്കുകയാണെങ്കിൽ നമുക്ക് വഴിയിൽ വണ്ടിയിൽ കിടക്കാമെന്ന് പറയുന്നു. നമ്മളങ്ങനെ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് എല്ലാവരും നല്ലൊരു ഉറക്കം പാസ്സാക്കിയിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും ഉറങ്ങിയുണ്ട്, ഞാൻ ഉറങ്ങി. ഇവിടെ എന്താ ചെറുതായിട്ട് ഈ റോഡ് ഇടിഞ്ഞു വീണിട്ട് അവിടെ JCB ഒന്നും മാന്തുന്നുണ്ടോ. അത് കാരണം തന്നെയാണ് ഇവിടെ ഈ വലിയ ലോറികളൊക്കെ വരുമ്പോൾ ഇവിടെ മൊത്തത്തിലൊന്ന് ബ്ലോക്ക് ആവുന്നുണ്ട്. ഇത് ഈ അത്യാവശ്യം കാഠ്മണ്ഡുന്ന് നമ്മുടെ പൊക്കാറയ്ക്കും ഒക്കെ ഉള്ള വഴിയായത് കാരണേ അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാട്ടോ. വണ്ടികളുണ്ട്, അത്യാവശ്യം നല്ല ട്രാഫിക് ജാമുണ്ട്. വലിയ വലിയ വണ്ടികളുണ്ട്. നമ്മൾ കുറേ നേരം ഈ ലോറിയുടെ പിന്നിലായിട്ട് ആ സൈഡിലൊക്കെ വണ്ടികൾ വലിയ വലിയ ട്രക്കുകളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കാഠ്മണ്ഡു ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരേ ഈ ഒരു ടെറൈനാട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ റോഡൊക്കെ ചില സ്ഥലത്തെങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഇരുട്ടായിട്ടുണ്ട്, ഒരു 6-6:15 ആയിട്ടുണ്ട്. ഇനിയും നമുക്കൊരു 2-3 മണിക്കൂർ എടുക്കുന്നുണ്ടാവും എന്തായാലും നമ്മുടെ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാഠ്മണ്ഡുവിൽ എത്തിയിട്ട് നമ്മൾ ഇന്ന് രാത്രി എന്തെങ്കിലും കാഠ്മണ്ഡുവിൽ സ്റ്റേ ചെയ്തിട്ടേ നാളത്തെ കാഠ്മണ്ഡുവിലെ വിശേഷങ്ങൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.